ഹലോ എവരി വൺ, എ ആൻഡ് എവരിഡേ ടൂൾസ് എന്നുള്ള പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജിജോ നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ് ജിജോ. ഹലോ. നമുക്കിന്ന് പുതിയൊരു അതിഥി കൂടെ ഉണ്ട്, മിസ്റ്റർ ബാജിയോ. അദ്ദേഹത്തെ കൂടെ നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ് ബാജിയോ. ജിജോ, എങ്ങനെ പോകുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാം? കുഴപ്പമില്ല, അതായത് എനിക്ക് ചെറിയൊരു ഡിലേ വന്നിരുന്നു. എനിക്ക് ആ ഫീൽ ചെയ്തിരുന്നു ലാഗ്. എൻ്റെ പേഴ്സണൽ കുറച്ച് എക്സാംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ചൊന്ന് ഇനാക്റ്റീവ് ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കമ്മ്യൂണിറ്റി വളരെ ആക്റ്റീവായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അവിടെ ഡിസ്കഷൻസ് നടക്കുന്നു, അതുപോലെ ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എഐയുടെ പുതിയ അപ്ഡേറ്റുകളെക്കുറിച്ച് അവിടെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഹാപ്പിയാണ് കമ്മ്യൂണിറ്റിയെക്കുറിച്ച് മൊത്തത്തിൽ. നമ്മൾ തുടക്കത്തിൽ ഒരു ഇൻട്രൊഡക്ടറി വർക്ക്ഷോപ്പാണ് ഇതിനു വേണ്ടി ചെയ്തത്. അതിനുവേണ്ടി ഒരു വീഡിയോ സെഷനും, പിന്നെ അതിനുശേഷം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണ് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ സെഷനും, ഒപ്പം തന്നെ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് വർക്ക്ഷോപ്പും ഇർഷാദിനോടൊപ്പമാണ് നമ്മളത് ചെയ്തത്. അതിനും കമ്മ്യൂണിറ്റിയിൽ നിന്നും നല്ലൊരു അപ്രിസിയേഷൻ എനിക്ക് കിട്ടുകയുണ്ടായി. വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ. അപ്പം നിലവിലിപ്പോൾ കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ ചർച്ചകളിലൂടെ എഐയെക്കുറിച്ചുള്ള ഒരു പഠിക്കാനുള്ള ആഗ്രഹമുള്ള ഒരുപറ്റ ആളുകളുടെ ഒരു ഗ്രൂപ്പായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനും അതിൽ വളരെ സന്തോഷിക്കുന്നു. ഞാനും അതിലൊരു മെമ്പറാണ്. നമുക്ക് ബാജിയോ ചോദിക്കാം. ബാജിയോ, എഐയുടെ ലോകത്ത് പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് നടക്കുന്നത്? യെസ്, എഐ ലോകത്ത് ഡേ ബൈ ഡേ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോബലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പുതിയ പ്ലെയേഴ്സ് ലൈക്ക് ഇലോൺ മസ്ക്, ട്വിറ്ററിൻ്റെ CEO ആയിട്ടുള്ള ഇലോൺ മസ്കിൻ്റെ XAI എന്ന് പറയുന്ന സംരംഭം അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒപ്പം ട്വിറ്ററിൽ നമുക്കിനി മുതൽ ഗോർക്ക് എന്ന് പേരുള്ള ഒരു ചാറ്റ് ബോട്ട് കൂടി വരികയാണ്. നമ്മൾ സാധാരണ ചാറ്റ് ബോട്ടിലെ പോലെ ടെക്സ്റ്റ് മാത്രമല്ല, ടെക്സ്റ്റ്, ഇമേജ്, വീഡിയോ അങ്ങനെ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഗോർക്ക് എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട് കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇന്ത്യയിലെ കേസ് പറയുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ റിലയൻസ് AI ഫീൽഡിലേക്ക് വരികയാണ്. അവരുടെ ജിയോ ബ്രെയിൻ എന്ന സംരംഭമാണ് ഇനി അവർ AI ഫീൽഡിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് പുതിയ പ്ലേയേഴ്സും ഒരുപാട് പുതിയ ഫീച്ചേഴ്സും ഒരുപാട് ആപ്ലിക്കേഷൻസുമായിട്ട് AI വളർന്നുകൊണ്ടിരിക്കുകയാണ്. അനുദിനം AIയുടെ കേപ്പബിലിറ്റീസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ജിജോ നോട്ടീസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിലുള്ളത്? നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തുടക്കം മുതൽ എഐയുടെ ഓരോ അപ്ഡേറ്റുകളും ഓരോ കാര്യങ്ങളും നമ്മൾ പരീക്ഷിച്ച് നോക്കുക, ഇമേജ് ജനറേറ്റ് ചെയ്ത് നോക്കുക, ഔട്ട്പുട്ട് അനലൈസ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ പലപ്പോഴായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പം റീസെൻ്റ്ലി എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിലുണ്ടായിരുന്ന പോരായ്മകൾ, അതായത് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൽ ചെറിയ ഡിഫ്യൂഷൻ എററുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ 2 കൈയുള്ള ഒരു മനുഷ്യനെയൊക്കെ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങളിലൂടെ നമുക്കിതൊരു AI ജനറേറ്റഡ് ഇമേജ് ആണെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഇനീഷ്യലി നമ്മുടെ എഐയുടെ ഡെവലപ്മെൻറ്റ് സമയത്ത്. പക്ഷേ ഇപ്പം ഞാൻ നോക്കുമ്പം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇത് വളരെ വേഗത്തിൽ തന്നെ ഇത് പെർഫെക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പെർഫെക്റ്റ് ആയിട്ടൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് AI വളർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു വളർച്ചയാണ് ഇപ്പം ഇമേജിൻ്റെ രംഗത്ത് തന്നെ കണ്ടത്. അതുപോലെ തന്നെ ഒരു വീഡിയോ ജനറേഷൻ, നേരത്തെയൊക്കെ വളരെ സെക്കൻഡുകൾ മാത്രം പോസിബിളായിട്ടുള്ള ഒരു വീഡിയോ ജനറേഷൻ ആയിരുന്നു. ഇപ്പം ലൂമ എയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിലും കുറേ പോരായ്മകളൊക്കെ, മൂവ്മെൻറ്റിലും അതൊരു കീ ഫ്രെയിമിങ്ങിൽ പല പോരായ്മകളും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കുമ്പം പുതിയ പ്ലെയേഴ്സ് ഇതിൽ വരികയും, ബാജിയോ പറഞ്ഞ മാതിരി ഇപ്പം പുതിയ പ്ലെയേഴ്സ് ഇതിൽ വരികയും, റൺവേ ML, ക്ലിങ് പോലുള്ള പുതിയ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളിലൂടെയൊക്കെ നമുക്ക് ഇപ്പോൾ ട്രൈ ചെയ്യുമ്പം ഈ നേരത്തെ കണ്ട ഇംപെർഫെക്ഷൻസൊക്കെ ഇല്ലാതായി വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള മോഡൽസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. റൺവേ ML ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്തതുണ്ട്. ഞാൻ ശരിക്കും ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ അത് യൂസ് ചെയ്ത് നോക്കുകയുണ്ടായി. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ടൈറ്റിൽ അനിമേഷൻ വളരെ ഈസിയായി, നേരത്തെയൊക്കെ ആഴ്ചകൾ എടുത്ത് ഗ്രാഫിക് ഡിസൈനേഴ്സും അങ്ങനെയുള്ള വർക്കേഴ്സും ഒക്കെ കൂടിയിരുന്ന് ചെയ്ത അത്രയും വലിയൊരു ടാസ്ക് വളരെ കുറഞ്ഞ പ്രോംപ്റ്റുകളിലൂടെ, നമ്മൾ കൃത്യമായി കൊടുക്കുന്ന പ്രോംപ്റ്റുകളിലൂടെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഞാൻ വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഇമേജിൻ്റെ ക്വാളിറ്റി കൂട്ടുക, വീഡിയോയുടെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ള ഒരു ഫീൽഡ് മാത്രമല്ല AI ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഗെയിമിംഗ് മേഖലയിൽ കൂടി AI കടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ ഗെയിമുകൾ നമുക്ക് AI വെച്ച് ക്രിയേറ്റ് ചെയ്യാം. ഗെയിം എൻജിൻ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൻ്റെ ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പഴയ ഗെയിമായിട്ടുള്ള ഡൂം എന്ന് പറയുന്നൊരു ഗെയിം അവർ AI കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചു. AI കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ ട്രെയിനിങ്ങിന് ശേഷം ഈ ഡൂം എന്ന് പറയുന്ന ഗെയിമിൻ്റെ ബാക്കി അടുത്ത സെക്ഷൻ AI സ്വയം ഉണ്ടാക്കുകയാണ്. 20 ഫ്രെയിം പെർ സെക്കൻഡിൽ ഗെയിമുകൾ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഇപ്പോൾ AIക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഫീൽഡിനെ പറ്റി ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ
ഇനി AI ശേഷം മൂവീസ് എന്ന് പറയുന്നത് ഇനി വീഡിയോ ഗെയിം പോലെയായിരിക്കും. ഇനി വരുന്ന മൂവീസ് വീഡിയോ ഗെയിം എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ വേൾഡ് ക്വാളിറ്റി ആയിരിക്കും, ഹൈപ്പർ റിയാലിറ്റി ക്വാളിറ്റിയിലായിരിക്കും വരാൻ പോകുന്നത്. അത്രയ്ക്കും ഡെവലപ്പായി ഇമേജ് വീഡിയോ എന്നതിനേക്കാൾ ഉപരി ഗെയിമിംഗ് സെക്ഷനിൽ കൂടി, അത് ഗെയിമിംഗ് ഭയങ്കര ടൈം കൺസ്യൂമിങ്, ഭയങ്കര ഡാറ്റ കൺസ്യൂമിങ്ങുമാണ്, ആ ഫീൽഡിലേക്ക് കൂടി AI കടന്നു വന്നിരിക്കുകയാണ്. വാവ്, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇനി മീഡിയ സെക്ഷനിലല്ലാതെ വേറെ ഏതൊക്കെ മേഖലകളിലാണ് AI കൈ കടത്താൻ പോകുന്നത്? യെസ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന എല്ലാ മേഖലകളിലും AI ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് മെഡിക്കൽ ഫീൽഡാണ്. മെഡിക്കൽ ഫീൽഡിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ആക്യുറസി, അതായത് നമ്മളിപ്പോൾ പേഷ്യൻസ് നേരിടുന്ന ഒരു പ്രശ്നം പ്രോപ്പറായിട്ട് രോഗം ഡയഗ്നോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി AI സഹായത്തോടെ ഡയഗ്നോസിക്സിൻ്റെ ആക്യുറസി വളരെ വളരെ വളരെയധികം കൂടാൻ പോവുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എക്സ്റേ ഇമേജ്, MRI റിസൾട്ട്, CT സ്കാൻ റിസൾട്ട്, അങ്ങനത്തെ എല്ലാ റിസൾട്ടുകളും AI പരിശോധിച്ച് അതിൽ എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ഉണ്ട്, ഇതെന്തൊക്കെ രോഗങ്ങളാവാം എന്ന് AI ഡയഗ്നോസ് ചെയ്ത് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും AI ക്യാച്ച് ചെയ്യും. ഇതിൻ്റെ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള രോഗങ്ങളല്ലാതെ ഇനി വരാൻ പോകുന്ന രോഗങ്ങളെയും പ്രിഡിക്റ്റ് ചെയ്യാൻ AI പറ്റും. ഇതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ആ ചുമച്ചതിൻ്റെ സൗണ്ട് കേട്ടാൽ ആ ആൾക്ക് ലങ്സിന് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്, ഭാവിയിൽ TB വരുമോ എന്ന് വരെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇപ്പോൾ AIക്കുണ്ട്. അപ്പോൾ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുന്ന ഫീൽഡിൻ്റെ ക്വാളിറ്റിയും ആക്യുറസിയും AI വഴി കൂടും. ഇതൊരു എക്സാമ്പിൾ. ഇനി വേറൊരു എക്സാമ്പിൾ, ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഡിസീസിന് അതിനൊരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടാവും, അതിനൊരു ജെനറ്റിക് ഹിസ്റ്ററി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഹിസ്റ്ററികളുണ്ടാവും. ഒരു ഡോക്ടർക്ക് എപ്പോഴും പേഷ്യൻസിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു 1000 പേഷ്യൻസ് വരുന്നുണ്ട്, 1000 പേരുടെ ബാക്ക് ഹിസ്റ്ററി, 1000 പേരുടെ ജെനറ്റിക് ഡാറ്റ, ഇതൊന്നും ഒരു ഹ്യൂമൻലി പോസിബിൾ അല്ല ഇതൊന്നും വെരിഫൈ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു AI പ്രശ്നമല്ല, കാരണം AI കമ്പ്യൂട്ടർ ജനറേറ്ററാണ്, അത് കൂടുതൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ കേപ്പബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ പേഷ്യൻറ്റിനും പേഴ്സണലൈസ്ഡുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് കിട്ടും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് അസിസ്റ്റൻസ്, അതായത് റിമോട്ട് ലൊക്കേഷനിൽ നമുക്കൊരു അസിസ്റ്റൻസ്, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഈ പ്രശ്നം വരുന്നതിന് നമ്മൾ നേരിട്ട് ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, പകരം AI നമ്മോട് സംസാരിക്കും, നമ്മളതിന് സിംറ്റംസ് പറയുന്നു, AI അതിൻ്റെ റിപ്ലൈ തരുന്നു. ഇനി സീരിയസ് കേസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ഡോക്ടറെ അടുത്തേക്ക് വിടും. അതിൻ്റെ ഒരു അടുത്ത ലെവൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഓൺലൈൻ കൺസൾട്ടിങ് അല്ല, അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ, അതൊരു AI ഡോക്ടറാണ് ഇനി വരാൻ പോകുന്നത്. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആണ് മെഡിക്കൽ ഫീൽഡിൽ AI. തീർച്ചയായും AI വളരെ നല്ലൊരു ടൂൾ തന്നെയാണ്. എങ്കിലും മെഡിക്കൽ ഫീൽഡിൽ AI വരാന്ന് പറഞ്ഞാൽ അത് മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെ വളരെ സ്വാധീനം ചെലുത്താവുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മീഡിയ പറഞ്ഞു, മെഡിക്കൽ ഫീൽഡ് പറഞ്ഞു, അടുത്തത് നമുക്ക് വേറെ എന്താ ഒരു സെക്ഷനാണ്, വേറെ ഏത് മേഖലയിലാണ് AI കൈയെടുത്താൻ പോകുന്നത്? വേറെ ഒരുപാട് മേഖല ഉണ്ടെങ്കിലും ഈ അടുത്ത് വന്നൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് മേഖലയെ സംബന്ധിച്ചിട്ടാണ്. അതായത് ആമസോൺ എന്ന് പറയുന്ന ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആമസോണിന് വിദേശ രാജ്യങ്ങളിൽ ഒരു AI പവേർഡ് ആയിട്ടുള്ള ചാറ്റ് ബോട്ട് നിലവിലുണ്ട്. അതിൻ്റെ പേരാണ് റൂഫസ്. ഈ റൂഫസിനെ ആമസോൺ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ നമ്മൾ ചോദിക്കും, ഈ ചാറ്റ് ബോട്ട് വന്നുകൊണ്ട് എന്താണ് നമുക്ക് ഷോപ്പിംഗ് എക്സ്പീരിയൻസിൽ വ്യത്യാസം വരിക എന്നുള്ളത്. ചാറ്റ് ബോട്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഒന്നും കൂടി ഒന്ന് എലിവേറ്റ് ആവുകയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ സുഹൃത്തിന് ഒരു ബർത്ത്ഡേ വരുന്നു, അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് വരുന്നു, നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കണം. എന്ത് ഗിഫ്റ്റ് കൊടുക്കും? കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ കുറേ പേര് ഡിസ്കസ് ചെയ്യും, നമുക്കൊരു ഫൈനൽ ആൻസർ കിട്ടില്ല. അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ക്യാഷ് കൊടുക്കും, അല്ലെങ്കിൽ ആ തത്തുല്യമായ തുകയ്ക്ക് ഒരു ഗിഫ്റ്റ് വോച്ചർ കൊടുക്കും. ഇനി നമുക്ക് ആമസോൺ ഷോപ്പിംഗ് സൈറ്റിൽ തന്നെ നമുക്ക് ചോദിക്കാം, എൻ്റെ ബ്രദറിന് വെഡ്ഡിങ് ആണ് അല്ലെങ്കിൽ ബർത്ത്ഡേ ആണ്, ഞാൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കണം? അവിടെ നിന്ന് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചാറ്റ് ബോട്ടിൻ്റെ കയ്യിലുള്ള ഡാറ്റ എന്ന് പറയുന്നത് ആമസോണിലുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും കാറ്റലോഗാണ്. കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് നെയിം വിത്ത് സ്പെസിഫിക്കേഷൻ വിത്ത് പ്രൈസ്, പ്ലസ് ഇവരുടെ കൂടെ ഈ ഓരോ പ്രൊഡക്റ്റിൻ്റെയും കസ്റ്റമർ റിവ്യൂ ഉണ്ടല്ലോ, ഈ കസ്റ്റമർ റിവ്യൂ ഇവരുടെ ഡാറ്റ സെറ്റിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് വേണം, ഒരു വാഷിംഗ് മെഷീൻ വേണം. ഈ വാഷിംഗ് മെഷീനിൽ നമുക്കൊന്നും അറിഞ്ഞുകൂടാ ഏത് മോഡലാണ് നല്ലത്, ടോപ്പ് ലോഡിംഗ് ആണോ ഫ്രണ്ട് ലോഡിംഗ് ആണോ, ഏത് ലോഡിംഗ് ആണ് നല്ലത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നേരെ ചാറ്റ് ബോട്ടോട് ചോദിക്കുന്നു. ചാറ്റ് ബോട്ട് ഈ റിവ്യൂവും ഈ പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗും വെച്ച് നമ്മളോട് പറയുന്നു ഇന്ന സാധനമാണ് നല്ലത്. ഇനി വേറൊരു എക്സാമ്പിൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എക്സാമ്പിൾ ഉണ്ട്. അതായത് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കണം, നമുക്കിപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കണം. നമുക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടെ സാമ്പാർ ഉണ്ടാക്കാൻ. നേരെ ഈ ഷോപ്പിംഗ് സൈറ്റിലുള്ള ചാറ്റ് ബോട്ടിൽ ചോദിക്കുന്നു സാമ്പാർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം. അപ്പോൾ ഷോപ്പിംഗ് സൈറ്റിലുള്ള ആ ചാറ്റ് ബോട്ട് നമുക്ക് ഉത്തരം തരികയാണ്. ഈ ഉത്തരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ പേരും പ്ലസ് അതിൻ്റെ വിലയും അതിൻ്റെ ബാക്കിയുള്ള എമൗണ്ടും എത്ര ഗ്രാം വേണം എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ലിസ്റ്റ് നമുക്ക് തരും. ഇവിടെയുള്ള പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ വീട്ടിലെത്തും. സോ നമ്മുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ഓൺലൈൻ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇനി വേറൊരു ലെവലാവാൻ പോവുകയാണ്. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു ഫീൽഡാണ് മാനുഫാക്ചറിങ്. ഈ മാനുഫാക്ചറിങ് ഫീൽഡിൽ ഇപ്പോൾ വലിയ വലിയ ഫാക്ടറികളാണ്. ഈ വലിയ വലിയ ഫാക്ടറികൾ ഒരുപാട് പ്രൊഡക്ട്സ് അനുദിനം ഇറക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഒരു പ്രൊഡക്ഷനും അതിൻ്റെ പ്രോസസ്സിനും അതിൻ്റെ സൂപ്പർവിഷനും അതിൻ്റെ ക്വാളിറ്റി ചെക്കും അങ്ങനെയെല്ലാം നമുക്ക് ഹ്യൂമൻലി ഭയങ്കര ബേർഡൻ ആയിട്ടുള്ള ടാസ്കുകളാണ്. ഇതെല്ലാം ഇനി മുതൽ AI ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹ്യൂമൻലി വരുന്ന എററുകൾ ഇനി AIക്ക് ഉണ്ടാവില്ല. നമ്മൾ സിംപ്ലി ആയിട്ട് ഓവർലുക്ക് ചെയ്യുന്ന ചില എററുകൾ, അത്തരം ബുദ്ധിമുട്ടുകളൊന്നും AIക്കില്ല. എല്ലാ ക്വാളിറ്റി ചെക്കും എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇംപെർഫെക്ഷൻസും കൃത്യമായി പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും. അതും അധികം അധ്വാനം ഇല്ലാതെ, അധികം ചെലവുകളില്ലാതെ. സോ അങ്ങനെ പല പല മേഖലകളിൽ ഫ്രം മാനുഫാക്ചറിങ്, ഫ്രം മെഡിക്കൽ, ഫ്രം മീഡിയ, അങ്ങനെ എല്ലാ മേഖലകളിലും AI വളർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അത് വളരെ ശരിയാണ്. ഞാനത് അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ചെറിയ സ്മോൾ സ്കെയിൽ ബിസിനസ്, ഐസ്ക്രീം കമ്പനീസ്, അതുപോലെ പാൽ ഡയറീസ്, അവിടെ എല്ലാത്തിലും ഞാനിത് ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഞാനും അത് അറിഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി മെഷീൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഐസ്ക്രീം കമ്പനിയിലെല്ലാം ഇപ്പോൾ മനുഷ്യരുടെ ഒരു സഹായം തന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ, അതായത് ആ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക, ബാക്കി റിസൾട്ടായിട്ട് പുറത്തേക്ക് വരിക, അത്രയും സിമ്പിളായിട്ട് മെത്തേഡിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും AI വളരെ ഉപകാരപ്രദമായ ഒന്നാണ് വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ടാഗ്ലൈൻ തന്നെ കുറച്ചുകൂടെ ക്ലിയർ ആയി വന്നേക്കാണ് ജിജോ. AI ഈസ് നോട്ട് എ അപ്ഡേറ്റ്, ഇറ്റ്സ് എ റെവല്യൂഷൻ. അല്ലേ ജിജോ? ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? യെസ്, നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത്ര ഒരു ടാഗ്ലൈൻ ഇടാനൊരു കാരണം ഉണ്ടായിരുന്നു. അതായത് എല്ലാവരും നമ്മൾ ഫോണിലൊക്കെ വർഷാവർഷം അപ്ഡേറ്റ് വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻസിൻ്റെ അപ്ഡേറ്റ് വരുന്നുണ്ട്. നമ്മൾ ചെയ്യും ചെയ്യാതിരിക്കും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. AI അങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല, അതൊരു അപ്ഡേഷൻ അല്ല, അത് ഇത്തരത്തിലുള്ളൊരു കൊച്ചു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ അല്ല. വാട്സപ്പിൽ നീലവട്ടം കണ്ടിട്ട് ഇതെങ്ങനെ കളയണമെന്ന് ചോദിച്ച കൂട്ടുകാരൻ എനിക്കുണ്ട്. അപ്പം അതുപോലത്തെ ഒരു കൊച്ചൊരു അപ്ഡേഷനോ അങ്ങനെയുള്ള കാര്യമല്ല. ഇതൊരു വിപ്ലവം തന്നെയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന. ഇപ്പോൾ ഓൾറെഡി ബാജിയോ അതിനെപ്പറ്റി പറഞ്ഞത് എല്ലാ കാര്യത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു അപ്ഡേഷനാണ് AI വരാൻ പോകുന്നത്. അത് യെസ്. അപ്പം ഇതൊരു റെവല്യൂഷൻ തന്നെയാണെന്നുള്ള ആ ടാഗ്ലൈൻ വെക്കാനുണ്ടായിരുന്ന കാരണം ഇതാണ്. ഇപ്പം റെവല്യൂഷൻ എന്നുള്ള വാക്ക് പലയിടങ്ങളിലും ചെറുതായിട്ടെങ്കിലും ഒരു മിസ്നോമർ ആവാറുണ്ട്. അപ്പോൾ അത് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ AI എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ട് മനുഷ്യ ചരിത്രത്തിൽ റെവല്യൂഷൻസ് എവിടെയാണ് സംഭവിച്ചതെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഉദാഹരണത്തിന് മനുഷ്യൻ തീ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ചിലപ്പം കാട്ടുതീയിൽ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അങ്ങനെ ഒരു ഐഡിയ. ആ ഒരു കണ്ടെത്തലിലൂടെ മനുഷ്യൻ മാംസാഹാരം വേവിച്ച് കഴിക്കാൻ തുടങ്ങുകയും അതിലൂടെ ഈവൻ അവൻ്റെ തലച്ചോറിൻ്റെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വരെ എവല്യൂഷൻ സംഭവിച്ച് മനുഷ്യൻ വേറെ തന്നെ ഒരു ലെവലിലേക്ക് മാറുന്ന രീതിയിലുള്ള ഒരു കാര്യം കണ്ടുപിടിച്ച അതെ ആ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു തീയുടെ കണ്ടുപിടുത്തം. അതുപോലെ തന്നെ ചക്രം കണ്ടെത്തുക. മനുഷ്യർ പരസ്പരം ഗുഡ്സ് കൈമാറാനായിട്ട് നമ്മൾ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സാധനം ഇപ്പം ചക്രം വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഒരു സിസ്റ്റം തന്നെ അങ്ങ് മാറി വേറൊരു രീതിയിലേക്കാവുകയും പുറകെ വന്നത് നമുക്കറിയാം, വാഹനങ്ങളായി, പിന്നെ അത് ഏത് ലെവലിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ റീസെൻ്റ്ലി സംഭവിച്ച ഒരു കാര്യം പറയാനാണ് ഇൻ്റർനെറ്റിൻ്റെ വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏജ് ഓഫ് ഇൻഫർമേഷന് തുടക്കം കുറിക്കുന്ന തരത്തിലൊരു വിപ്ലവമായിരുന്നു. അപ്പം നമ്മളെല്ലാവരും അത് അനുഭവിച്ച കാര്യമാണ്. ആളുകൾ തമ്മിൽ കണക്റ്റ് ആവുന്നു. മറ്റൊരു സ്ഥലത്ത് സാധനം പർച്ചേസ് ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്ത് സെയിൽ ചെയ്യുന്നു, വേറൊരു സ്ഥലത്ത് അതിന്റെ പേയ്മെന്റ് ചെയ്യുന്നു. അതായത് എന്താ പറയാ, ആദ്യമൊക്കെ അത്രയും ദൂരം US പോയി പർച്ചേസ് ചെയ്തിട്ട് സൗദി അറേബ്യ പോയി സെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം എടുക്കണ ഒരു പ്രോസസ്സായിരുന്നു. വളരെ ചുരുങ്ങിയ നിമിഷം, ഒരു ദിവസം തന്നെ പർച്ചേസും ചെയ്യാം, അതിന്റെ സെയിൽ നടത്താം, അതിന്റെ പേയ്മെന്റ് മേടിക്കാം, ഏറ്റവും ഫാസ്റ്റ് ആയി മാറിയിരിക്കുകയാണ്. അതെ. അതുപോലെ തന്നെ അപ്പം ഈ ഇന്റർനെറ്റ് എങ്ങനെ ഒരു റെവല്യൂഷൻ ആയോ, മനുഷ്യ ചരിത്രത്തെ തന്നെ എങ്ങനെ മാറ്റി നമ്മുടെ ഏജ് ഓഫ് ഇൻഫർമേഷനിലേക്ക് നമ്മളെ കൊണ്ടുവന്നു, അതേപോലെ തന്നെ ഒരു റെവല്യൂഷനാണ് ഈ സെഞ്ചുറിയിൽ AI നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം AI നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ടാഗ് ലൈൻ നമ്മൾ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്, AI ഈസ് നോട്ട് അനദർ അപ്ഡേറ്റ്, ഇറ്റ്സ് എ റെവല്യൂഷൻ. അതൊരു വിപ്ലവമാണ്. അത് മനുഷ്യ ചരിത്രത്തെ തന്നെ ഇനി വേറൊരു ദിശയിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു റെവല്യൂഷനാണ്. അതായത് എല്ലാവരും AI അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും AI യൂസ് ചെയ്യുകയും ചെയ്യണം. അത്ര അത്യാവശ്യമുള്ള ഒരു ഘടകമായി മാറാൻ പോവുകയാണ് AI മനുഷ്യ ജീവിതത്തിൽ തന്നെ. എങ്കിലും ബാജിയോ, ഇത് എന്തുകൊണ്ട് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല?
അതെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ടെക്നോളജീസ് പോലെ എങ്ങനെ കാണരുത്. കാരണം AI സെൽഫ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ലാർജ് ഡാറ്റ സെറ്റ് വേണം. ഈ ലാർജ് ഡാറ്റ സെറ്റ് ഇപ്പോൾ കമ്പനികൾ ഫോളോ ചെയ്യുന്ന പോളിസി എന്ന് പറഞ്ഞാൽ കോമൺ പീപ്പിൾസ് ഡാറ്റ സെറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ കോമൺ പീപ്പിളിൽ നിന്നും ഡാറ്റ സെറ്റ് എടുത്ത് AI വളരുന്നു. AI ഉപയോഗിച്ച് ഇൻഡിവിജ്വൽ ആയാലും ബിസിനസ് ആയാലും ഡെവലപ്പ് ചെയ്യുന്നു. ഇത് മ്യൂച്വലി ഡിപെൻഡന്റ് ആണ്. മുൻപുള്ള ടെക്നോളജികൾ പോലെ ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുന്നു, അത് അവിടെ നിൽക്കുന്നു, അങ്ങനെയല്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ ആണെങ്കിൽ പോലും നമ്മുടെ ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരള മലയാളി സമൂഹത്തിൽ AI-യോടുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവർക്കുള്ള അവബോധം ഇല്ലായത് കൊണ്ടോ ഈ AI-യോട് നമ്മൾ ഒരുപാട് പേർ മുഖം തിരിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ടെക്നോളജിക്കൽ ഇലിറ്ററസി. ഓഹോ, അതെന്താ ടെക്നോളജിക്കൽ ലിറ്ററസി എന്ന് വെച്ചാൽ? ഒന്നുകൂടെ ഒന്ന്. ടെക്നോളജിക്കൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടൂൾസ്, ഡിജിറ്റൽ ടെക്നിക്സ്, ഇതിനെ പറ്റിയുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിക്കാനുള്ള അറിവില്ലായ്മ, ഇത് എന്താണെന്നുള്ള അവബോധമില്ലായ്മ, ഇതെല്ലാം കാരണം ഡിജിറ്റൽ യുഗത്തിൽ അതിന്റെ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, അതിന്റെ അഡ്വാൻറ്റേജസ്, ഇതെല്ലാം മിസ്സായി പോകുന്നു. ഇതിനോടെല്ലാം പുറംതിരിഞ്ഞിരിക്കുന്നു. ഇതിനെ ഷോർട്ട് ആയിട്ട് വിളിക്കുന്ന പേരാണ് ടെക്നോളജിക്കൽ ലിറ്ററസി. തീർച്ചയായും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? എന്താ ഇതിന്റെ സൊല്യൂഷൻ ഉള്ളത്? ടെക്നോളജിക്കൽ ലിറ്ററസി സോൾവ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. അതിൽ ഒന്നാമത്തെ വഴി ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ബേസിക് ട്യൂട്ടോറിയൽ പ്രോഗ്രാംസ്, മറ്റ് ഓൺലൈൻ അവയർനെസ് പ്രോഗ്രാം, ഇതെല്ലാം ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം, കുട്ടികളാണ് വളർന്നു വരുന്ന തലമുറ. നമ്മൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കരിക്കുലത്തിൽ AI-നെ ഇൻക്ലൂഡ് ചെയ്യും. കാരണം അടുത്ത തലമുറ, അടുത്ത യുഗം എന്ന് പറഞ്ഞ AI. തീർച്ചയായും അത്യാവശ്യം ഒരു കാര്യമാണ്. അവരെയാണ് നമ്മൾ ആദ്യം പഠിപ്പിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇന്ത്യയിൽ മാത്രമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ലോക്കൽ ലാംഗ്വേജ് വളരെയധികം ഉണ്ട്. AI ഇപ്പോൾ ബേസിക്കലി ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള കമ്മ്യൂണിറ്റി, മലയാളികൾക്കിടയിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, മലയാളത്തിലല്ല എന്നുള്ളത്. സോ അത് ഇംഗ്ലീഷ് പ്രൊഫഷൻസി കൂട്ടുക എന്നുള്ളതാണ് തൽക്കാലം ഇപ്പോൾ ഉള്ള സൊല്യൂഷൻ. അതുപോലെ തന്നെ AI-യോടുള്ള ഇന്റർഫേസ്, നമ്മൾ AI-ക്ക് ഒരു കമാൻഡ് കൊടുക്കുന്നു, ChatGPT ഒരു കമാൻഡ് കൊടുക്കുന്നു. ഈ കമാൻഡിന്റെ ഒരു പ്രോംപ്റ്റ് എന്താണ്? അപ്പൊ എങ്ങനെ കൃത്യമായ ഒരു പ്രോംപ്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാം, എങ്ങനെ നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാം, പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്നാണ് ഈ സ്കിൽ എന്ന് പറയുന്നത്. അത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ടെക്നോളജിക്കൽ ലിറ്ററസി എന്ന് പറയുന്ന ബാരിയർ നമുക്ക് ഒഴിവാക്കാം. അതെ ജിജോ, എങ്കിലും നമുക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ എന്താണ് ജിജോക്ക് ഒരു ഐഡിയ? അതെ, ബാജിയോ പറഞ്ഞത് മാതിരി തന്നെ ഈ ഒരു ടെക്നോളജിക്കൽ ഇലിറ്ററസി ഇവിടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, അതാണ് ആളുകളുടെ മെന്റാലിറ്റിയുടെ ഒരു പ്രശ്നമാണല്ലോ. ഇതിനെ സോൾവ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഞാൻ പോയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡെമോക്രറ്റൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആവശ്യം കൂടെ സമൂഹത്തിലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിലേക്കും എത്തിച്ചേർന്നിട്ട് എല്ലാവരിൽ നിന്നും ഇൻപുട്ട് എടുത്ത് വളർന്ന ഒരു മേഖലയാണ് ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത്. പബ്ലിക് യൂസേജാണ്. അപ്പോൾ അങ്ങനെ വളർന്ന ഒരു ടെക്നോളജി ആളുകൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വരേണ്ടത് ഒരു ആവശ്യകതയായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഇതിന് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾ, അതായത് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ സുലഭമായിട്ടുള്ള ലഭ്യത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റേഴ്സിന്, അതായത് ഇപ്പോൾ ഒരു അധ്യാപകർക്ക് AI എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അവരെ പഠിപ്പിക്കുകയും അവരിലൂടെ അത് വിദ്യാർത്ഥികളിലേക്ക് എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയെങ്കിലും ഇതിൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറും. അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എല്ലാവരും പെട്ടെന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കും. യെസ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഇതിന്റെ മറ്റ് സാധ്യതകൾ കൂടെ എല്ലാത്തരം ടൂളുകളും, AI റിലേറ്റഡ് എല്ലാത്തരം ടൂളുകളും എല്ലാവരും, എഡ്യൂക്കേറ്റേഴ്സും ട്രെയിനേഴ്സും സ്റ്റുഡൻസും എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള AI സൊല്യൂഷൻസ്, ഒരു ചെറുകിട വ്യാപാരികൾ, സ്മോൾ സ്കെയിൽ ബിസിനസ്സുകാർ, ഇൻഡിപെൻഡന്റ് ഓൺടർപ്രന്യൂഴ്സ്, ഇതുപോലുള്ള ആളുകൾക്കെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ AI ടൂളുകൾ ലഭ്യമാണെങ്കിൽ അവർക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യുകയും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. അപ്പോൾ ഇതിന്റെ ആവശ്യകത അവർ മനസ്സിലാക്കുകയും ഇത് കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഡെമോക്രറ്റൈസേഷൻ പ്രോസസ്സിന് അവിടെ സാധ്യമാവുകയും ചെയ്യും. ഇപ്പം ബിസിനസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകിച്ച് സ്ട്രെസ് ചെയ്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലെ വാല്യൂ ജനറേഷൻ ടൂളാണ് ബിസിനസ് പറയുന്നത്. ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സേവനം ആയിക്കോട്ടെ, സൊസൈറ്റിയിലേക്ക് എത്തുന്നത് ബിസിനസ്സുകൾ വഴിയാണ്. അപ്പോൾ അത്തരം ബിസിനസ്സുകളോടുള്ള നയപരമായിട്ടുള്ള സമീപനം ഗവൺമെന്റ് തലത്തിൽ നിന്ന് പോളിസി ചേഞ്ചുകളിലൂടെ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആക്കി കൊടുക്കുകയും ഏതൊരു ഓൺടർപ്രന്യൂർക്കും AI-യുടെ സഹായത്താൽ വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കുക, ഇത്തരത്തിലുള്ള മെഷേഴ്സുകളിലൂടെ AI-നെ ഡെമോക്രറ്റൈസ് ചെയ്യുന്നത് വഴി
ഇത് ജനകീയമാവുകയും സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടൂളായിട്ട് മാറുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ കുറച്ച് എത്തിക്കൽ കൺസേൺസ് നമ്മൾ പല വിഷയങ്ങളിലും ഇത് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം കമ്പ്യൂട്ടർ വന്നു കഴിയുമ്പോൾ ജോലി പോകും എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു വശമാണ്. അതുപോലെ തന്നെ ഒരു സീൻ ഇതിലും ഉണ്ട്. അതായത് ഇപ്പം AI വന്നു കഴിഞ്ഞാൽ AIയിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഒതന്റിസിറ്റി ഉണ്ടോ, ഇത് നമ്മുടേതായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള എത്തിക്കൽ കൺസേൺസ്, അതുപോലെ ഡേറ്റ പ്രൈവസിയുടെ എത്തിക്കൽ കൺസേൺസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ വരുന്നൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് അതിനെ മാറ്റി നിർത്താൻ കഴിയുന്നത് അത് ആളുകളിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലെ മെയിൻ പ്ലെയേഴ്സ് എല്ലാം, അതായത് വൻ ബിസിനസ്സുകാരെല്ലാം ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ചെറുകിട ആളുകൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് അവരുടെ നഷ്ടം, അവരാണ് പിന്നിലാവാൻ പോകുന്നത്. ഇതൊരു ഫാക്റ്റാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ആകെ ചെയ്യാൻ കഴിയുന്നത് AI ടൂളുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്മെന്റ് സ്റ്റേജിൽ തന്നെ കൃത്യമായിട്ടുള്ള എത്തിക്കൽ റെഗുലേഷൻസും നിയമങ്ങളും ഒക്കെ അനുസരിച്ച് ഇതിനെ ഡെവലപ്പ് ചെയ്യുക. വൺസ് ടൂൾസ് അവൈലബിൾ ആയാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ബോധറാവാതെ നമ്മൾ ആ ടൂളിന്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റി എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ ലോക്കലൈസ്ഡ് ആപ്ലിക്കേഷൻസിലേക്ക്, അതായത് ഏറ്റവും ഒരു റൂറൽ സെക്ടറിലേക്കൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ലാംഗ്വേജിന്റെ ബാരിയർ. നമുക്കറിയാം, നമ്മളൊരു ലിറ്ററേറ്റ് സംസ്ഥാനമാണെങ്കിൽ പോലും എത്ര ശതമാനം ആളുകൾ ഇംഗ്ലീഷ് കോമൺ ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ഭാഷാ പ്രാവീണ്യം അത്ര കണ്ടില്ല ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ AI മുഴുവൻ ഡെവലപ്ഡ് ആയിട്ടുള്ളതും ഇംഗ്ലീഷ് ലാംഗ്വേജിലായതുകൊണ്ട് തന്നെ മലയാളത്തിലേക്ക് ഇത്തരത്തിൽ ആളുകളിലേക്ക് എത്താൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ മലയാളം ലാംഗ്വേജിന്റെ ആ ഒരു ബാരിയർ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്താൽ ഒരുപക്ഷെ AI കുറച്ചുകൂടെ ജനകീയമാകാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ഗവൺമെന്റിന്റെ പോളിസി. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ വർഷം തന്നെ 2024 വർഷം തന്നെ AI ബേസ്ഡ് ആയിട്ട് കോൺഫറൻസുകൾ ഇന്ത്യ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ AI സമ്മിറ്റുകൾ, പിന്നെ സൈഫർ പോലുള്ള കോൺഫറൻസുകൾ, കേരള ഗവൺമെന്റും IBയും മാർക്സുമായിട്ട് ചേർന്ന് നടത്തുന്ന കോൺഫറൻസുകൾ. സോ ഗവൺമെന്റിന്റെ ഡിസിഷൻ എന്ന് പറയുന്നത് AI ഫീൽഡിന് ഫേവർ ആയിട്ടുള്ള ഡിസിഷനാണ്. കാരണം AI ഫീൽഡുമായിട്ട് മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് പോളിസി. ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് AI സാധ്യതകൾ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് AI ആണ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ ടെക് ജയൻസുകൾ, ഇൻഫോസിസ് ആയാലും വിപ്രോ ആയാലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സമീപനമാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നേരത്തെ വെച്ച മാതിരി ഈ IT മേഖലയിലാണ് ജോലി നഷ്ടപ്പെടാൻ സാധ്യത AI വന്നു കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് ടെക് ജയന്റുകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജോലി കളയാനല്ല, ഇപ്പൊ ഉള്ള എംപ്ലോയീസിന്റെ കേപ്പബിലിറ്റി, അവരുടെ പ്രൊഫഷൻസി കൂട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ AI ഉപയോഗിക്കുന്നത്. ഇത് വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം അവരുടെ ഭാഗത്തുനിന്ന്, അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും പ്രൈവറ്റ് കമ്പനീസിന്റെ ഭാഗത്തുനിന്നും AI വെൽക്കമിംഗ് ചെയ്യുന്ന ഒരു നിലപാടാണ് ഇപ്പൊ ഉള്ളത്. വളരെ നല്ല സാഹചര്യമാണ്. ഇനി ഒരു കാര്യം കൂടി, നേരത്തെ ഞാൻ പറഞ്ഞു കോമൺ പീപ്പിളും AIയും ഒരുമിച്ച് ഡിപ്പെൻഡന്റ് ആണ്, ഒരുമിച്ചാണ് വളരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ AIയുടെ ഔട്ട്പുട്ടിനെല്ലാം നല്ല ക്വാളിറ്റി വരും, ഫൈൻ ട്യൂൺഡ് ഔട്ട്പുട്ട് വരും. നേരത്തെ പറഞ്ഞ പോലെ ഇമേജ് ലോ ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയിലേക്ക് എല്ലാം മാറുന്നുണ്ട്. ഫൈൻ ട്യൂൺഡ് ഔട്ട്പുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഈ AI കമ്പനികൾ ഈ ഫ്രീ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ തീർച്ചയായും ബിസിനസ് വർക്കാവും. പിന്നെ അത് പെയ്ഡ് ആക്കും. അതായത് പെയ്ഡ് മെമ്പേഴ്സിന് മാത്രമേ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആവുള്ളൂ. ആ സ്റ്റേജ് തൊട്ട് AI എന്ന് പറയുന്നത് AI കമ്പനീസിന്റെ അവർക്ക് ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ്. ഇപ്പോ നമ്മൾ ഇത് പഠിച്ചിരിക്കണം എല്ലാവരും. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇപ്പോൾ ഒരു പക്ഷേ ഇതൊരു കുത്തകയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ പഠിക്കാനോ ഇത്ര സുലഭമായി പഠിക്കാനോ ഇത് ഉപയോഗിച്ചറിയാനൊന്നും സാധ്യതകൾ ഉണ്ടാവില്ല. തീർച്ചയായും AI എല്ലാവരും ഉപയോഗിക്കണം, അത് നിർബന്ധമായ കാര്യമാണ്. എങ്കിലും ജിജോ പറഞ്ഞതുപോലെ മലയാളം ഭാഷയിൽ എന്തുകൊണ്ട് AI ഉപയോഗിക്കാൻ പറ്റുന്നില്ല? ഇതിന് പലതരം കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് AI, നമ്മളിപ്പോൾ ChatGPT ആയാലും മറ്റു ചാറ്റ്ബോട്ട് ആയാലും ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നുള്ള എല്ലാവരും വിളിക്കുന്ന ഒരു മോഡലാണ്. ഈ ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ ഇൻപുട്ട്, അതിന്റെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ടെക്സ്റ്റുകളാണ്. അതായത് നമുക്കിപ്പോ ഇൻഫോർമേഷൻ ആയിട്ട് വിക്കിപീഡിയ ഉണ്ട്, മറ്റ് സ്റ്റോറീസ് ഉണ്ട്, മറ്റ് ഫിക്ഷനുകൾ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു ലാംഗ്വേജ് ടെക്സ്റ്റ് എന്ന രീതിയിൽ ഈ മോഡലിന് ഇൻപുട്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ മോഡൽ ഈ പറയുന്ന ലാംഗ്വേജിലെ ഓരോ വേർഡ്സിനെയും അതിന്റെ കോമ്പിനേഷൻ, അതിന്റെ പ്രോബബിലിറ്റി ഇതെല്ലാം അനലൈസ് ചെയ്യുന്നു. ഇതിനുശേഷമാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ പ്രോബബിലിറ്റി സെർച്ച് ചെയ്തിട്ടാണ് ഇതിന്റെ ആൻസർ വരുന്നത്. സോ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഒരിക്കലും ഡയറക്റ്റ് ഒരു ഉത്തരം AI തരുന്നില്ല. പകരം നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിലെ വേർഡ്സ്
പിന്നെ അതിന്റെ പ്രോബബിലിറ്റി കോമ്പിനേഷൻ നോക്കി ഉത്തരത്തിലെ വേർഡ്സ് നമുക്ക് എടുത്തു തരുന്നു. അത് നമുക്ക് ലോജിക്കലായിട്ട് തോന്നുന്നു, കാരണം നമ്മൾ നേരത്തെ ഫീൽഡ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് വളരെ ലോജിക്കലായ ടെക്സ്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ AI ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദേശ രാഷ്ട്രങ്ങളിലെ കമ്പനികളാണ്. അവർ യൂസ് ചെയ്യുന്ന പ്രൈമറി ആയിട്ടുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് സ്റ്റോറീസ്, ഇംഗ്ലീഷ് ഇൻഫർമേഷൻസും ആണ് അവർ AIക്ക് ഫീഡ് ചെയ്യുന്നത്. സോ AIയുടെ ഡാറ്റ സെറ്റ് പ്രൈമറി ബേസ്ഡ് ഓൺ ഇംഗ്ലീഷാണ്. അതുകൊണ്ടാണ് AIയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഇംഗ്ലീഷിൽ വേണം എന്ന് പറയുന്നത്. ഇതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നത് ഏത് ലാംഗ്വേജാണോ വേണ്ടത് ആ ലാംഗ്വേജിന്റെ ഒരു കമ്മ്യൂണിറ്റി, AI കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യും. ആ കമ്മ്യൂണിറ്റി AIയുമായി ഇന്ററാക്ട് ചെയ്യും. അങ്ങനെ ആ ലാർജ് ലാംഗ്വേജ് മോഡലിനെ മലയാളത്തിലുള്ള സ്റ്റോറീസ്, ഇൻഫർമേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻപുട്ട് ആയി കൊടുത്ത് ആ ഡാറ്റാ സെറ്റിൽ നിന്നും ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ AI മലയാളത്തിൽ വരും. അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് വരുന്നത്. ഇപ്പോ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോ പല AI മോഡലുകളും യൂറോപ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അതിലേക്കുള്ള ഒരു ഡെവലപ്മെന്റ്, ആ സ്റ്റേജിലേക്കുള്ള ഡെവലപ്മെന്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സാംസങ് മൊബൈലിലെ ഗാലക്സി AI ഇപ്പൊ ലൈവ് ട്രാൻസ്ലേഷൻ നടത്തുന്നുണ്ട്. അതായത് നമ്മൾ വിദേശ ഭാഷയിൽ ഒരു അന്യഭാഷ, ഇംഗ്ലീഷ് അല്ലാത്തൊരു ഭാഷയിൽ ഒരു പ്രസംഗം കേൾക്കുന്നു. ആ പ്രസംഗം ലൈവായിട്ട് നമുക്ക് നമ്മുടെ കേൾക്കാം. നമ്മുടെ ഭാഷ നമുക്ക് ഏത് ഭാഷയാണ് വേണ്ട ആ ഇംഗ്ലീഷ് ഭാഷയിൽ കേൾക്കാം. അതിന്റെ സബ് ടൈറ്റിൽസ് നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആണ്. അപ്പോൾ പറഞ്ഞു വന്നത് ടെക്നോളജി ഇംപ്രൂവ് ചെയ്യുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ ടെക്നോളജികൾ നമുക്കും പ്രതീക്ഷിക്കാം ലാംഗ്വേജ് ചെയ്യാം. പക്ഷേ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഒരു മലയാളം സംസാരിക്കുന്ന, മലയാളത്തിൽ AI മോഡലിനോട് ഇന്ററാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതുപോലെ ആ ഒരു രീതി ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി നിർബന്ധമായിട്ട് വേണം. ഒന്ന്. പിന്നെ ഇതിലേക്ക് ഒരു ശുഭപ്രതീക്ഷയായിട്ട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇന്ത്യൻ ടെക് ജയന്റുകൾ ഓൾറെഡി ഇതിൽ വന്നു കഴിഞ്ഞു. സോ അവരുടെ ഭാഗത്തു നിന്നും ഇന്ത്യയിലെ ലോക്കൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ, AI ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. അപ്പോൾ നമ്മൾ ഇതുവരെ AI ഒരു റെവല്യൂഷൻ ആണെന്ന് പറഞ്ഞു, അതുപോലെ AI ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ AI മലയാള ഭാഷയുടെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ജിജോ വേറെ എന്താണ്, അതായത് മറ്റു ഏത് തലങ്ങളിലാണ് ഇത് ഉപയോഗിക്കാനുള്ളത്? ഞാൻ വാല്യൂ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ വാല്യൂ ജനറേഷൻ സംഭവമാണ്. അതായത് ബിസിനസ്സുകൾ, സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതൊരു എക്കണോമിയുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ്. പണം എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ആകുമ്പോഴാണ് എക്കണോമി കൂടുതൽ സ്ട്രോങ്ങർ ആകുന്നത്. അപ്പോൾ അതിന് സ്മോൾ സ്കെയിൽ ബിസിനസ്സുകൾ ഗ്രോ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബിസിനസ്സുകളിൽ, സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളിൽ, ചെറിയ ഓൺടർപ്രന്യൂവേഴ്സിൽ അവർക്കൊക്കെ AI എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി ഞാനൊന്ന് അന്വേഷിക്കേണ്ടായി. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു വാല്യൂ ജനറേഷൻ, അത് എന്തോ ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ മാർക്കറ്റ് ചെയ്യുന്നു, കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു, കസ്റ്റമറിൽ നിന്നും നിങ്ങൾ പേയ്മെൻറ്റ് എടുക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങളൊരു വാല്യൂ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ AI ഒരുപാട് രീതിയിൽ സഹായിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ റോ മെറ്റീരിയൽസ് എടുക്കുന്നത് മുതൽ, ആ റോ മെറ്റീരിയൽസ് മാനേജ് ചെയ്യുന്നത് മുതൽ, ആ റോ മെറ്റീരിയൽസിനെ നമ്മുടെ ആ ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിലൂടെ കടത്തിവിട്ട് അത് പ്രൊഡക്റ്റാക്കി മാറ്റുന്നത് വരെ എല്ലായിടത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ട് കുറേ കാര്യങ്ങൾ XYZ കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ച് വെച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്ന് കരുതുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ഫോർസൈറ്റ് ഇല്ലായ്മ കൊണ്ടോ എന്തോ കാരണം കൊണ്ട് ഏതെങ്കിലും റോ മെറ്റീരിയൽസ് ചിലപ്പോൾ അവൈലബിൾ അല്ലാതെ വരാം. നമ്മുടെ മൊത്തം ആ ഒരു വർക്ക് ഫ്ലോ തന്നെ നിന്ന് പോകും. വർക്ക് ഫ്ലോ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ ജനറേഷൻ നിൽക്കും. അതിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് ലോസിലാവും. ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ബിസിനസ്സുകളുടെയൊക്കെ ഡേറ്റ, പ്രീവിയസ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ, അതുപോലെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയൊക്കെ ഫീഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ, AIയുടെ സപ്പോർട്ടിലേക്ക് ഫീഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതിന് പ്രഡിക്റ്റീവായിട്ടുള്ള റിസൾട്ടുകൾ AI തരും. ഓക്കെ മോനെ, നിൻ്റെ അടുത്ത ഇൻവെൻ്ററി ഇന്ന സമയത്ത് തീരാൻ പോവുകയാണ്, കൃത്യമായിട്ട് അത് സ്റ്റോക്ക് ചെയ്തോളൂ, നിൻ്റെ സ്റ്റോക്കിൻ്റെ ക്ലിയറൻസും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ സംഭവിക്കാം, അത് കൃത്യമായിട്ട് ഇത് പറഞ്ഞു തരും. ഇതാണ് ഒരു ചെറിയ ഉദാഹരണം. അതുപോലെ ഇതിൻ്റെ ലോജിസ്റ്റിക്സ്, ഓക്കെ, ഒരുപാട് നിനക്ക് പ്രൊഡക്ഷൻ കേന്ദ്രങ്ങളുണ്ടെന്ന് കരുതുക. അപ്പോൾ അതാത് കേന്ദ്രങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് അതാത് കേന്ദ്രങ്ങളിൽ അതാത് സമയത്ത് വേണം, ടൈമിൽ ഇത് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് ഇത്തരത്തിലുള്ള പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ഈ AIയുടെ സജഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്
വളരെ എന്താണ് പറയുന്നത് ഉപകാരപ്രദമായിട്ട് ഇപ്പോൾ ഓൾറെഡി ആമസോണൊക്കെ യൂസ് ചെയ്യുന്ന കാര്യം തന്നെയാണ് പറയുന്നത്, പുതിയതായിട്ടൊന്നുമല്ല. ഇതൊക്കെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ ആളുകൾ അത് ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ബിസിനസ്സിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് മാർക്കറ്റിംഗ്. നമ്മൾ മീഡിയയുടെ കാര്യം നേരത്തെ ചർച്ച ചെയ്തിരുന്നു. മീഡിയ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്നത് തൊട്ട് ഒരു സിനിമ ഉണ്ടാക്കുന്നത് വരെ ഇപ്പം AI ആണ്. അപ്പോൾ പിന്നെ മാർക്കറ്റിങ്ങിലേക്ക് AIയുടെ ഒരുപാട് സാധ്യതകൾ, അതിനെപ്പറ്റി നമ്മൾ പറയേണ്ട തന്നെ കേസില്ല. പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം മാർക്കറ്റിങ്ങിൻ്റെ ടൈമിങ്ങുകളാണ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റിന് ഒരു ആഡ് ഉണ്ടാക്കുന്നു, ആ ആഡ് നമ്മൾ സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ കൊടുത്ത് കഴിയുമ്പം ആളുകളിൽ നിന്ന് റെസ്പോൺസ് പലതായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കൊള്ളില്ലെന്നായിരിക്കാം, ചിലപ്പോൾ തെറിവിളിയായിരിക്കാം, പല രീതിയിലായിരിക്കാം റെസ്പോൺസുകൾ വരുന്നത്. അപ്പോൾ ഇത് മുഴുവൻ ഇരുന്ന് ഒരാൾ ഇരുന്ന് അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഒന്നാമത്തത് ഈ ആഡ് ഇതിലേക്ക് പോകുന്നു തന്നെ നമുക്കറിയില്ല, എത്ര തരം സോഷ്യൽ മീഡിയ സർക്കിളുകളാണ് നമുക്കുള്ളത്. പക്ഷേ AIക്ക് പറ്റും. AI ഇതിൻ്റെ ഫീഡ്ബാക്കുകളെ അനലൈസ് ചെയ്യുകയും നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് തന്നെ സജഷൻ തരും, ആ ആഡം കളഞ്ഞേക്ക് പുതിയതിട്ടോ. അതുപോലെ തന്നെ ഇപ്പം ഒരു ആഡ് കത്തിക്കയറി നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ സാധാരണ ഒരു 15 ദിവസം കൂടുമ്പോൾ അടുത്ത ആഡ് എന്ന പരിപാടിയായിരിക്കും. അത് ചിലപ്പോൾ ആ സമയത്ത് നല്ല കത്തിക്കയറി നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ പ്രൊഡക്റ്റിൻ്റെ സംഭവം കൊണ്ടുവന്നിടും, ആരെങ്കിലും നെഗറ്റീവ് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ പഴയതിൻ്റെ ഇതും പോയി. അപ്പോൾ AI അസിസ്റ്റഡ് ആയിട്ട് നമ്മളത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഇല്ലാണ്ടാവും. അതെ, അത് കൃത്യം റിയൽ ടൈമിൽ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആഡ് ഏത് രീതിയിലാണ് പോകുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ ഒരു മേഖല അങ്ങനെയാണ്. അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഒരു ബിസിനസ്സും നേരെ ചൊവ്വനെ പോകില്ല. കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വളരെയധികം ടൂളുകൾ, ഇപ്പം ചാറ്റ് ബോട്ടുകൾ ഇഷ്ടം പോലെ എല്ലാ ജയൻറ്റ് കമ്പനികൾക്കും സ്വന്തമായിട്ട് ചാറ്റ് ബോട്ടുകളുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ ചാറ്റ് ബോട്ടുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രശ്നമുള്ള പണിയൊന്നുമല്ല, ആർക്കും ചെയ്യാവുന്നതും വളരെ ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സ്മോൾ സ്കെയിൽ ബിസിനസ്സുകാർ, സ്മോൾ സ്കെയിൽ മാനുഫാക്ചറേഴ്സൊക്കെ അവരുടെ പ്രൊഡക്റ്റുകൾക്കും ഇത്തരത്തിലുള്ള ചാറ്റ് ബോട്ടുകളുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിലൂടെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. പിന്നെ മറ്റൊരു മേഖലയാണ് പ്രഡിക്റ്റീവ് സെയിൽസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സജഷനാണത്. എനിക്ക് AI കൊണ്ട് ഉപകരിക്കാവുന്നൊരു സംഭവം. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു പച്ചക്കറി കട നടത്തുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അപ്പം എനിക്ക് മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് പച്ചക്കറി ബിസിനസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രാവിലെ മേടിക്കുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീർന്നില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ്. സാധാരണ രീതിയിൽ അങ്ങനത്തെ ഒരാൾ ചെയ്യുന്നു പറഞ്ഞാൽ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചുറ്റും നോക്കൂ, ഇത് മുഴുവൻ ചീഞ്ഞ് പോകാൻ പോവുക. അപ്പോൾ അടുത്ത ആൾ വരുന്നു, മോനെ വില കുറച്ച് തരാം എന്നും പറഞ്ഞ് ചിലപ്പം നമ്മൾ മേടിച്ച വിലനെ കഴിഞ്ഞും കുറച്ചാണെങ്കിലും നമ്മൾ കൊടുത്തിതങ്ങ് ഒഴിവാക്കും. എന്നാൽ ഇതേ കാര്യത്തെക്കുറിച്ചുള്ള ഡേറ്റ നമ്മൾ AI അസിസ്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടൂളിലേക്ക് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, തിങ്കളാഴ്ച എനിക്ക് ഇന്ന പോലത്തെ ഇന്ന പച്ചക്കറികൾ കളയേണ്ട വരുന്ന സാഹചര്യം ഉണ്ടായി, അതിന് ഞാൻ ഇന്ന വിലയിട്ടാണ് വിറ്റത്, ചൊവ്വാഴ്ച ഇന്നതാണ് വിറ്റത്, ബുധനാഴ്ച ഇന്നതാണ് വിറ്റത് എന്ന് പറഞ്ഞ് നമ്മളൊരു 3-4 മാസത്തെ ഡേറ്റ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏകദേശം പ്രഡിക്റ്റീവായിട്ടൊരു ചെറിയൊരു സംഭവം ഉണ്ടാക്കി തരും. അത് ഞാൻ അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും പറയും, മോനെ പഴയ ട്രെൻഡ് വെച്ചിട്ട് ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചീഞ്ഞു പോകാനുള്ള ലക്ഷണമാണ് കാണുന്നത്, ഇപ്പോഴേ പൈസ കുറച്ചോ. നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് 5 മണിയാകുമ്പം ഇത് മുഴുവൻ പൈസയും കളഞ്ഞ് നമ്മൾ അങ്ങനെയല്ല, ഇത് ഡൈനാമിക് ആയിട്ടുള്ളൊരു പ്രൈസ് ഉണ്ടാക്കി തരും. 50 രൂപയുടെ സാധനമാണെങ്കിൽ പതുക്കെ വില കുറച്ച് 45 ആക്കുക, ഈ 40 ആക്കുക. സാധനത്തിൻ്റെ ഫ്രഷ്നസ് അപ്പോഴും പോയിട്ടില്ല, AI അത് പ്രഡിക്റ്റ് ചെയ്തു പോവുകയാണെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്തു. എവിടുന്ന? നമ്മുടെ റോ ഡേറ്റയിൽ നിന്ന്. അപ്പോൾ ഇതിന് നമുക്ക് വിടുന്ന എഫേർട്ട് വളരെ കുറവാണ്. ഇതൊരാൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. അപ്പോൾ അത്തരത്തിൽ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളെ വളരെയധികം ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് AI മാറിയിട്ട്. പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് കാര്യം പറയണ്ട. അപ്പം ഓൾറെഡി കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആണ് സകല ഫൈനാൻഷ്യൽ കാര്യങ്ങളും. അപ്പം ഈവൻ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സലിൽ പോലും ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. അതിൽ പോലും AI അസിസ്റ്റഡും ChatGPTയുടെ ആഡ് ഓൺസും ഒക്കെ വന്ന കാലമാണ്. അപ്പം അവിടെയൊക്കെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹൈ ലെവലിലുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിലൊക്കെ എന്തായാലും തീർച്ചയായിട്ടും AIയുടെ യൂസ് വരുന്നത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ആസ്പെക്റ്റ് കൂടി ഉണ്ട്. അതായത് പലതരത്തിൽ കോമൺ പീപ്പിൾസിന് ഇതിനെപ്പറ്റി അവയർനെസ് ഇല്ല, മറ്റുള്ള ജയന്റുകൾ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും ഈ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള വ്യവസായങ്ങൾക്ക്, ചെറുകിട വ്യാപാരികൾക്ക് ഇപ്പോഴും ടെക്നോളജിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല.
അതിനൊരു ലൈവ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുന്നു. നമ്മുടെ മുന്നിൽ 2 ചായക്കട. ഒന്നാമത്തെ ചായക്കടയിൽ ഗൂഗിൾ പേ സംവിധാനം ഇല്ല. UPI ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ഗൂഗിൾ പേ. ഒന്നാമത്തെ ചായക്കടയിൽ ഇല്ല. ആ പുള്ളിക്കാരൻ അത് അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ ചായക്കടയിൽ ഗൂഗിൾ പേ സംവിധാനമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ആരും കറൻസി നോട്ട് കൈവച്ച് നടക്കാറില്ല. എല്ലാവരും UPI ബേസ്ഡ് പേയ്മെൻ്റ് ആണ് നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ആ ഒരു വ്യക്തി ഏത് ചായക്കട ചൂസ് ചെയ്യും? ഗൂഗിൾ പേ ഉള്ള ചായക്കട. അതിനകത്ത് സംശയമൊന്നുമില്ല. ഇത് പ്യുവർലി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അവിടെ ചൂസ് ചെയ്യാണ്. ഈ ചായക്കടയുടെ അകത്തെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഒന്നുമല്ല, അവസാനത്തെ ഒരു ബിൽ പേയ്മെന്റ് സിസ്റ്റം മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടറാണ്. ഈ മൈന്യൂട്ടായിട്ടുള്ള ബിൽ പേയ്മെന്റ് സിസ്റ്റം വരെ കസ്റ്റമറിനെ ചൂസ് ചെയ്യാൻ, അതായത് നമ്മുടെ ചായക്കടയല്ല മറ്റുള്ള ചായക്കടയ്ക്ക് മേലേക്ക് പോകാൻ ഒരു ബിസിനസ്സാണ് നഷ്ടപ്പെടുന്നത്. ഒരു ബിസിനസ് നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട് എങ്കിൽ AI എന്ന് പറയുന്ന ടൂൾ എന്തോരം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അനുദിനം അനുനിമിഷം ഈ AI വളർന്നുകൊണ്ടിരിക്കുക. അതായത് നമ്മളിപ്പോൾ കാണുന്ന ടെക്നോളജി, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ UPI ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ഒരു ടെക്നോളജിയാണ്. അതിന് വലിയ ഗ്രോത്ത് ഒന്നുമില്ല. ആ ടെക്നോളജി സ്പ്രെഡ് ആവുന്നേ ഉള്ളൂ. ആ ടെക്നോളജി ഇത് വളരുന്നില്ല. പക്ഷേ AI അങ്ങനെയല്ല. ഇപ്പോൾ AI ഇനീഷ്യൽ ടൈമിൽ ഓഫർ ചെയ്തിരിക്കുന്ന സർവീസ് അല്ല ഇപ്പോൾ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർവീസിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇത്തരം വളർന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജി, മറ്റുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നോളജി, ഇത് ഇത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു റേസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റേസിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബഹുദൂരം പിന്നിലാവും. ഇത് സാധാരണ ജനങ്ങൾ മാത്രമല്ല, ഇവിടെ ഈ ടെക്നോളജിക്കൽ ഇലിറ്ററേറ്റ് ആയിട്ടുള്ള സാധാരണ കച്ചവടക്കാർ വരെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഈ ഗൂഗിൾ പേയുടെ എക്സാമ്പിൾ സിമ്പിളായിട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേസ് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത്. ഈ ഡെവലപ്മെൻറ്റ്, ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് നമ്മൾ ഒരിക്കലും വിട്ട് കളയരുത്. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതെ, അതുകൊണ്ട് എല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് ദിയർ ഫീൽഡ് അവരെന്തായാലും AI അറിഞ്ഞിരിക്കണം, അതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചിരിക്കണം. യെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ ചെയ്യുന്നതും കാര്യമാണ്. നമ്മൾ ഡിസ്കഷൻസ് വയ്ക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിലെ നമുക്ക് തന്നെയുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ടും പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടും ചെയ്തതാണ്. പക്ഷേ ഇത് ആളുകൾ കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്കൊക്കെ ഇതാക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് അറ്റ്ലീസ്റ്റ് എല്ലാവരും അതുപോലെ ഉള്ള കമ്മ്യൂണിറ്റീസ് തുടങ്ങുക, ഇതിനെക്കുറിച്ച് പഠിക്കുക. തീർച്ചയായും AI ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തിരിച്ച് ബാക്കോട്ട് നടക്കുന്നതിന് തുല്യമാണ്. ഫ്രണ്ടോട്ട് പോകുന്നതിന് ബാക്കോട്ട് നടക്കും, ഓപ്പോസിറ്റ് ആംഗിളിൽ നടക്കുന്നതിന് തുല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം AI അത്ര വലിയ റെവല്യൂഷനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇപ്പം എന്താ പറയുക, ഒരു ബിസിനസ്സിലായാലും മീഡിയാസിലായാലും ന്യൂസ് മേഖലയിലായാലും ഏത് മേഖലയിലായാലും AIയുടെ സ്വാധീനം അത്ര അധികം വലുതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളത് തീർച്ചയായും അത് അംഗീകരിക്കണം, അത് ഉപയോഗിക്കണം. അത് ഞാനും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ AI എത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടൂളാണെന്ന് നമ്മുടെ ഈ ചെറിയ വീഡിയോ സെക്ഷനിലൂടെ എല്ലാവരും കണ്ടു. AI തീർച്ചയായും എല്ലാവരും ഉപയോഗിക്കുക. AI നമ്മൾ ഉപയോഗിക്കുന്നതോടുകൂടി AI എന്താണെന്ന് നമ്മൾ എന്താണെന്ന് AIയും പഠിക്കാൻ പോവുകയാണ്. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. തീർച്ചയായും നമ്മുടെ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൂടുതൽ AI ഉപയോഗിക്കുന്നതോടുകൂടി AI മലയാളി കമ്മ്യൂണിറ്റി എന്താണെന്ന് AI മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും താങ്ക് യു ജിജോ, താങ്ക് യു ബാജിയോ, താങ്ക് യു.